രാജു, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ബോസ്, അത് പിന്നെ ഞാൻ... വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. സോറി ബോസ്, ഞാൻ അറിയാതെ ചെയ്തു പോയത്. ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല. എടാ, അതെന്തിനാടാ നീ കരയുന്നത്? അപ്പം ബോസ് എന്നെ പിരിച്ചുവിടില്ലേ? ഓ, അതാലോചിച്ചിട്ടാണോ? എടാ, നീ എനിക്ക് എൻ്റെ അനിയനെ പോയല്ലേ. ഞാനിവിടെ നടന്നുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നീ താഴ്മ ചെയ്യാൻ പറ്റി അത്രയും താന്നു കൊടുത്തു. എന്നിട്ടും അവർ പോകുന്നതിൻ്റെ പോട്ടടാ, അല്ല പിന്നെ. ബോസ്, നിങ്ങളെപ്പോലത്തെ ഒരു ബോസിനെ കിട്ടിയെന്ന് ഞാൻ ഭാഗ്യം ചെയ്യണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാൽ നീ വേഗം പോയിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് വാ, നമുക്ക് രണ്ടാൾക്കും കുടിക്കാമല്ലോ. ഓക്കെ ബോസ്. മമ്മി, ഹി വാസ് സോ ചീപ്പ്. എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് എങ്ങനെയാ റിച്ച് പീപ്പിൾസിനോട് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ല. യെസ് മോളെ, ഐ ആം ടു. എനിക്കും അയാൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്കിനി ഇവിടെ ഒന്നും കയറണ്ട, നമുക്കിനി മാളിൽ പോയി കുടിക്കാം. 5 സ്റ്റാർ ഹോട്ടലല്ലെന്ന് വെച്ച് കയറിയും പറയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം മോളെ. മോളെ, നമുക്ക് ഈ ഹോട്ടലിൽ പൂട്ടിപ്പിക്കണം. യെസ് മമ്മി. എന്നാ മമ്മി, നമുക്ക് പോകാം. നമ്മുടെ കാറിലെ ഡ്രൈവറിനെ വിളിക്കൂ. യെസ് മോളെ. ഹലോ, എടോ, താനിപ്പോൾ എവിടെയാ? ഒന്ന് വന്നേ, ഞങ്ങളുടെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പുറത്തുണ്ട്, വേഗം വാ. സോറി മാഡം, ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലാണ്, എനിക്ക് വരാൻ കഴിയില്ല. മാഡം കുറച്ചുകൂടി ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് ഞാനിങ്ങ് പോന്നു. ഹലോ ഡോ, എന്താ മമ്മി? മോളെ, അയാൾ ഫോൺ കട്ട് ചെയ്തു. അയാൾക്കിപ്പോൾ വരാൻ കഴിയില്ല അത്രേ, വർക്ക്ഷോപ്പിലാണത്രേ. എനിക്ക് വെയിലത്തൊന്നും നിൽക്കാൻ കഴിയില്ല. ഹലോ, ആരാ? ഞാനാണ് മാഡം. മാഡം പിന്നെയില്ലേ, ഇത് നന്നാവാൻ അരമണിക്കൂർ എടുക്കും പോലും. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം, എന്നാൽ ഓക്കെ. ഇയാളെല്ലാം പണിക്ക് ചെയ്യാൻ വേണം പറയാൻ. റിച്ച് പീപ്പിൾസ് ഇങ്ങനെ നിൽക്കാറില്ലെന്ന് അയാൾക്ക് അറിയില്ലേ? മമ്മി, എനിക്കിങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ഈ കഫേന്റെ ഉള്ളിലേക്ക് പോകാം മമ്മി. അതിൻ്റെ ഉള്ളിൽ AC ഇല്ലേ? വാട്ട്? ഇനിയും ഇവിടേക്ക് കയറി പോകാനോ? ഞാനും ഇല്ല, നീ മാത്രം പോടും. എനിക്ക് കഴിയില്ല, അതിന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും. യെസ് മമ്മി, യു ആർ റൈറ്റ്. എന്നാലും മമ്മി, എനിക്കിങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കാൻ കഴിയില്ല. മമ്മിക്ക് അറിയാലോ, ഞാൻ 30 മിനിറ്റ്സ് പോയിട്ട് 10 മിനിറ്റ്സ് പോലും വെയിലത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇന്നേ വരെ ഞാൻ AC-ൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരാളാണ്. എന്നോട് 30 മിനിറ്റ്സ് ഇവിടെ നിൽക്കാനോ? യെസ് മോളെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഏത് സമയത്തും AC-യിലാണ്. ബട്ട് ഇന്ന് ആലോചിക്കാൻ കൂടി വയ്യ. ആരെങ്കിലും നമ്മളിങ്ങനെ റോട്ടിൽ വെച്ച് കണ്ടാൽ നമ്മളും അവരെ പോലെ പോറാണെന്ന് വിചാരിക്കില്ലേ? യെസ് മമ്മി. എന്ത് ചെയ്യാനാ, എല്ലാം അയാളെ കൊണ്ടാണ്. അയാളെങ്കിൽ വരട്ടെ, അയാൾക്ക് ഇതിനുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതെ മമ്മി. ആഹാ, ഇതാരാ? നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? അതെ, ഞങ്ങളല്ലേ നിങ്ങളോട് ചോദിക്കണത്. നിങ്ങളെപ്പോലത്തെ റിച്ച് പീപ്പിൾസ് എന്തോ ഇവിടെ നിൽക്കുന്നത്? എന്തേ, റിച്ച് പീപ്പിൾസ് ബെഗേഴ്സ് ആയോ? വാട്ട്? ഞങ്ങളെ ബെഗേഴ്സ് എന്ന് വിളിക്കുന്നു? യു? ഹലോ, എന്താ ഒക്കെ പൊള്ളിയോ? എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഇതെന്താ അവസ്മാരം പിടിച്ചിരിക്കുകയാണോ? എടാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? അവക്ക് ശ്വാസം മുട്ടലാണ്. ഓഹോ, വെറുതെ അല്ല. എടി, ആർക്കടി ശ്വാസം മുട്ടല്? മോക്കെന്നെ? എനിക്കോ? അതെ. അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളെപ്പോലത്തെ പോറിനോട് സംസാരിക്കാൻ. ഓ, അപ്പൊ മോളാരാണാവോ? നീ എന്താടി എന്നെ കളിയാക്കുകയാണോ? ഞാൻ കോടീശ്വരന്മാരിൽ കോടീശ്വരിയായ ലാമിയുടെ മകൻ ലില്ലിയാണ്. അയ്യോ, അറിഞ്ഞില്ലേനോ? അല്ലടി, എനിക്കൊരു സംശയം. എന്ത് സംശയം? അല്ല, ഈ കോടീശ്വരന്മാരിൽ കോടീശ്വരികളെല്ലാം ഈ റോട്ടിലാണ് നിൽക്കുക. അപ്പൊ നീ അതും അറിഞ്ഞില്ലേ? ഇല്ലടാ, ഇപ്പൊ ഇവരെ പോലത്തെ കോടീശ്വരികളെല്ലാം ഇല്ലേ റോട്ടുമല കിടക്കുക. അങ്ങനെ റോട്ടുമല കിടക്കുന്ന ആളെ നമ്മൾ റിയൽ ആയിട്ട് എന്ത് വിളിക്കും? ബെഗേഴ്സ്. റൈറ്റ്. അപ്പൊ ബെഗർ മോളെ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. എടാ, ഇതാരാ? ഓ സോറി, ഞാനേ അത് പരിചയപ്പെടുത്തി തരാൻ മറന്നുപോയി. ഹലോ ബെഗർ മോളെ, ഇതാണ് ഞങ്ങളുടെ കസിൻ, നെയിം ലുവായ്. പിന്നെ ലുവായ്, ഇതാണ് നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന ആനക്കുട്ടി. ആനക്കുട്ടിയല്ല, കോടീശ്വരിയായ ലില്ലി. കോടീശ്വരി ആണെങ്കിൽ ഇങ്ങനെ വെയിലത്ത് നിൽക്കുവോ? അതാ അവളെ ബെഗർ എന്ന് വിളിക്കുന്നത്. അവൾക്ക് ആനക്കുട്ടിനെ കാട്ടി ചേരുന്നത് പശുക്കുട്ടിയാണെന്നല്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവളുടെ മുടി നോക്കിയ പശുക്കുട്ടിനെ പോലെ ഇല്ലേ? അത് പറഞ്ഞത് ശരിയല്ലേ? ഇന്നു മുതൽ നമ്മൾ ഇവിടെ എന്ത് വിളിക്കും? പശുക്കുട്ടി എന്ന് വിളിക്കും. എന്നാ വെറുതെ പശുക്കുട്ടിയോട് സംസാരിച്ചത് നമ്മൾ ഉണ്ടാക്കാനാ. വാ പോവാം നമുക്ക്. വാ പോകാം. പിന്നെ പശുക്കുട്ടി ഒരു സന്തോഷവാർത്ത കൂടി ഉണ്ട്. ഈ ലുവായി എന്ന് പറയുന്നത് നമ്മളെ
നമ്മളെ കസിന് നാളെ മുതൽ നമ്മളെ സ്കൂളിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാരോടും പറയാം പശുക്കുട്ടിനെ വയലിൽ വെച്ച് കണ്ടതും ഇവിടെ നടന്നതെല്ലാം. അപ്പൊ പശുക്കുട്ടിക്ക് സന്തോഷമായില്ലേ? നാലിക്കാക അങ്ങോട്ട് പോട്ടെ പശുക്കുട്ടി. ടാറ്റാ.